ഈ ഒരു 6 വർഷം ഉണ്ടായിരുന്നല്ലോ, ഈ ആ ഒരു 6 വർഷത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു ചോദ്യം എന്തായിരിക്കും? എന്താ സിനിമയൊന്നുമില്ലേ, പണിയൊന്നുമില്ലേ? ഭയങ്കര ഭയങ്കര ഒരു മാതിരി ചോദ്യമാണല്ലേ? അയ്യോ ഭയങ്കര വൃത്തികെട്ട അത്. ആ ചോദ്യം എനിക്ക് നിർത്തലാക്കി കളയണം. എന്നുവെച്ചാ 6 വർഷം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ചെറിയൊരു ഇതല്ലല്ലോ. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 6 വർഷത്തിന്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു? ഞാൻ എനിക്ക് 2 തവണ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ട്രെയിനില് ഫ്രണ്ട്സായിട്ട്. 2 തവണ ഈ 6 കൊല്ലത്തിനിടയ്ക്ക്. അപ്പൊ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ട്രെയിൻ മാറി 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 കയറി പോവുക, അവിടെ പോവുക, എല്ലാ സ്ഥലത്തും വന്ന് മറ്റേ അവസാനം കലാശക്കൊട്ട് ഗോവയിൽ പോവും, അവിടെ പോയി ഇടി ഉണ്ടാക്കി തിരിച്ച് ഇവിടെ വരും. ഇതൊരു സ്ഥിരം 2 കൊല്ലം ഞാൻ എൻജോയ് ചെയ്തത് അങ്ങനെ. ഐ മീൻ ഈ 6 കൊല്ലത്തിൽ 2 തവണ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ സ്ഥലങ്ങൾ കാണുക, ആൾക്കാരെ കാണുക, അത് പിന്നെ അത് നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് നമുക്ക് എവിടെ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ കിടന്ന് വേണേലും നമുക്ക് ഉറങ്ങാൻ പറ്റും. ആ അതൊക്കെ അതാണ്. പിന്നെ ഈ ചോദ്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലട്ടോ. നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ആദ്യമേക്ക് എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ പിന്നെ നമുക്കതൊരു കോമഡി, പിന്നെ അവരൊരു കോമഡി ആയിട്ട് നമുക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ അവരെ തിരിച്ചിട്ട് ആക്രമിക്കുക എന്നുള്ളതായി. പിന്നെ നമ്മൾ ഈ പരിപാടിയെ എല്ലാ ഇപ്പൊ ഇന്റർവ്യൂസിലായിക്കോട്ടെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ 6 വർഷം ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ എവിടെയാണെങ്കിലും ഒക്കെ അത് പറയാറുണ്ട്. ലൈക്ക് ചില ആളുകൾ എന്ന് വെച്ചാൽ ആ ഒരു ഇത് അങ്ങനെ പറയാൻ ശ്രമിക്കാറില്ലല്ലോ. നമുക്ക് സിനിമയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാ 6 കൊല്ലം വെറുതെ ഇരിക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഇവർ 6 കൊല്ലം വെറുതെ ഇരിക്കുവായിരുന്നു എന്നുള്ളത്. അല്ലാതെ ഞാൻ പറയും, ഇപ്പോ ഒരു സിനിമയിൽ വന്ന ഒരു ആക്ടർ ഇനിയിപ്പോ ഭാവിയിൽ ഒരു അംബാനിയുടെ സ്ഥാനത്ത് എത്തിയാലും അവൻ സിനിമ വന്നിട്ട് രക്ഷപ്പെട്ടില്ല എന്നേ പറയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇത് കുറെ കഴിയുമ്പോൾ ഇത് ഭയങ്കര കോമഡി ആവും. ഞാൻ ഇപ്പൊ ഉള്ള പുതിയ പിള്ളേരൊക്കെ വരുമ്പോഴത്തേ ഞാൻ പറയും ഇതുപോലെ പല ചോദ്യങ്ങളും വരും, മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഇതൊക്കെ ലൈഫിൽ പിന്നെ ഒരു പാർട്ടാണ്. നമ്മൾ പിന്നെ എനിക്കൊന്ന് ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നവരും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കുന്നവരും. അങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോ അതെങ്ങനെയാണ് ഇതിനകത്തൊന്ന് എസ്കേപ്പ് ആവുന്നേ? എന്തേലും കോമഡി അടിച്ച് അങ്ങ് ചാടി കളയും. അതിനുള്ള എന്തേലും വരെ കല്യാണ വീട്ടിലോ മരണ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കാണുന്നത്. അപ്പൊ ആ പോക്ക് ഒഴിവാക്കി കളയുക. പിന്നെ ഞാൻ ഒരിടയ്ക്ക് വീട്ടിലേ കയറാറില്ലായിരുന്നു. ഞാൻ പിന്നെ വീട്ടിലേക്ക് എപ്പോഴും വിളിക്കുന്ന ആളാട്ടോ. എനിക്ക് എപ്പോഴും വൈകുന്നേരം വിളിച്ച് ഉമ്മായിട്ട് കുറച്ചേരം സംസാരിച്ച് എല്ലാരും ഞാൻ ഹാപ്പി ആക്കി വെക്കും ഞാൻ എല്ലാ പോയിന്റിലും. അപ്പൊ വിളിച്ച് കുറച്ച് നമുക്ക് പരിപാടിയൊക്കെ ഉണ്ട്, സെറ്റ് ആവും. പിന്നെ എനിക്കൊരു ചേട്ടനല്ലേ ഉള്ളേ കോൺഫിഡൻസ്. അത് എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് അതില്. അത് ഞാൻ നല്ല മുതലെടുത്തിട്ടുണ്ട്. അത് ഞാൻ എവിടെ പോയി പെട്ട് കിടന്നാലും ഞാൻ ഇത്തന്നെ വിളിക്കും, ഇത്തത്താ പൈസ ഒന്നുമില്ല ഇത്തത്താ എന്നും പറഞ്ഞു. ഞാൻ ഇത്തത്താണ് എന്റെ ആ ഒരു കാര്യത്തിലൊക്കെ ബാങ്കറും പരിപാടിയല്ല. ഓക്കെ. അപ്പം ഈ ഒരു 6 ഇയേഴ്സിൽ ഇക്ക പറഞ്ഞല്ലോ ഒരുപാട് സെൽഫ് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇക്കാക്ക് തന്നെ ഇക്കയുടെ ഒരു ക്യാരക്ടറിലാണെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ലൈക്ക് സിനിമ ആക്ടിങ് അതൊന്നുമല്ല, ക്യാരക്ടറിൽ ഒരു സെൽഫ് ഡെവലപ്മെന്റ് വേണം എന്ന് തോന്നിയത് എന്താണ്? ഞാൻ എല്ലാം ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. കുറേ നമ്മൾ ഓക്കെ ഇനി അല്ലാതെ നമ്മൾ എല്ലാത്തും ദേഷ്യം കാണിക്കാൻ പോയിട്ടോ ഒന്നും കാര്യമില്ല. ഞാൻ എല്ലാം കൂളായിട്ട് എടുക്കാൻ തുടങ്ങി. എന്ത് പ്രശ്നം വന്നാലേ വിട്ടുകൾ അത് നമുക്ക് സെറ്റാക്കാം എന്നുള്ളൊരു എനിക്കൊന്ന് അതാണ് ഞാൻ പഠിച്ച്. ഇപ്പോൾ ഒരു പടം ഫ്ലോപ്പ് ആയാലോ പടം എനിക്ക് JSK എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് കുറെ ഷെഡ്യൂളായിട്ട് ചെയ്തു തന്നെ. അപ്പോഴും ഞാൻ അവസാനം റിലീസിന്റെ തലേന്നാണ് ഈ ഒരു പ്രശ്നം വന്ന് റിലീസിങ് മാറ്റി വയ്ക്കുന്നത്. ഈ ഒരു 1 വീക്ക് മുമ്പ് രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലോ. പിന്നെ എല്ലാം നമുക്ക് തമാശയാവും. ഞാൻ അതിൽ കൂടെ അഭിനയിച്ച ഒരു മുസ്തഫ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. അപ്പം അവനെ ഞാൻ വിളിച്ചിട്ട് പറയും നമ്മുടെ സമയമായിട്ടില്ല അളിയാ. അത് ചിരിച്ച് ഹാൻഡിൽ ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ പോകുന്ന ട്രാക്ക് ഒരു നാൾ കറക്റ്റ് ആവുമായിരിക്കും. ഇപ്പൊ ഇതുപോലെ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു 3 AM ഫ്രണ്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്നതും തിങ്ക് ചെയ്ത് എവിടെയെങ്കിലും എത്തുന്ന സമയമായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്ക് ആരടുത്തെങ്കിലും ഇതൊന്ന് പറയണം. അപ്പൊ അങ്ങനെ ഏതൊരു പാതിരാത്രി വിളിച്ചാലും ഫോൺ എടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? എനിക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കോളേജിൽ വിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ കോളേജിൽ എൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ് ആയിരുന്നു.
ഇവന് സിനിമയായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അവൻ കണ്ട ഒരേ ഒരു സിനിമ ഞാൻ. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലോ കേട്ടോണ്ടിരിക്കും. എന്നെ കുറെ ഇട്ടങ്ങ് മോട്ടിവേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ കുറെ ഇട്ടങ്ങ് പുച്ഛിക്കും. അപ്പൊ എനിക്കൊരു സമാധാനം. ഇവനെ 2 തെറിയും പറഞ്ഞ് ഞാൻ ഫോണും കട്ട് ചെയ്യുമ്പോ എനിക്കൊരു സന്തോഷം. ഇല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, നീ രക്ഷപ്പെട്ടോടാ ജീവിതത്തിൽ? ഇല്ലല്ലേ, ഞാൻ ബിസിനസ് ഒക്കെ ടൈറ്റ്. സമാധാനം ഒരു സമാധാനം കിട്ടും. അത് അവരൊക്കെയാണ് എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എല്ലാരും വിളിച്ചിട്ട് ഞാൻ എല്ലാം തമാശയായിട്ട് എടുത്ത് തുടങ്ങിയ പിന്നെയാണ് ഞാൻ വിളിച്ചിട്ട്, എടാ ജീവിതം എങ്ങനെയാ, പൈസ കൊണ്ട് കയ്യില് ഒരു രക്ഷയില്ലടാ, പെട്ടു, സന്തോഷാണ്. ഞാനും അതാണ്. എനിക്കത് ഭയങ്കര. അപ്പൊ അവർക്കും ഒരു സന്തോഷവും നമുക്കും ഒരു സന്തോഷവും. അത്രയൊക്കെ ഉള്ളു. ഇപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ ടെൻഷൻ എന്താ? ഇപ്പൊ എന്താലോചിച്ച് ടെൻഷൻ അടിക്കണം എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ലൈഫില് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ മറ്റേ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, എന്താ പരിപാടി, നമുക്കൊന്ന് ചില്ല് ചെയ്താലോ? ഞാൻ പറയൂല. ഇപ്പൊ ജീവിച്ച പോലെ ഇപ്പൊ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള പരിപാടി, എനിക്ക് ഇക്കാടെ മക്കള് അതും ഹൈ, ഇവരെ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കലാണ് എന്റെ പരിപാടി. എനിക്ക് ഇവർക്ക് സർപ്രൈസ് കൊടുക്കുക, ഇവരെ ഫാമിലീസിൽ കൊണ്ട് വാങ്ങിക്കുക, അത് വേണം ഇത് വേണം വാങ്ങിക്കുക, ഇവർക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കല്, എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കും. ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പൊ ലൈഫ് എല്ലാം ഭയങ്കര ലൈക്ക് ടേക്ക് ഇറ്റ് ഈസി, ആ ഒരു ഇതിനകത്താണ്, കൂളായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ലൈക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ സീരിയസ് ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിലും സീരിയസ് ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ ചുമ്മാ തമാശ അടിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ സിനിമയുടെ സെലക്ഷൻ ആണേലും സ്ക്രിപ്റ്റ് വായിക്കുന്ന കാര്യത്തിലാണേലും ഇതൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ എടുക്കുന്നത്. കാര്യം നമ്മള് ഇനിയൊരു പ്രൊഡ്യൂസറെ ബുദ്ധിമുട്ടാനോ ഇതോ പാടില്ല. നമുക്കതിൽ വലിയൊരു പാർട്ട് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. പണ്ടൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ കാരണം ഒരു സിനിമ ഓക്കെ പറഞ്ഞ് ആ ഡയറക്ടർ അത് നന്നായിട്ട് ചെയ്യാൻ കാലിബറുള്ള ആളാണെങ്കിൽ ആ പ്രൊഡ്യൂസറിനും കാശ് തിരിച്ച് കിട്ടണം. അതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട്, ബാക്കിയുള്ളവരുടെ ഇമോഷനെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ ചുമ്മാ തമാശ. നമ്മള് എപ്പോഴും ഒരാളിരുന്ന് ഉപദേശിച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെല്ലാം ഫണ്ണായിട്ട് കാണാൻ പറ്റും. ഒരാൾക്ക് വിഷമം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ചുമ്മാ ചില്ല് ചെയ്ത് പോവുക. അപ്പം ഇപ്പൊ ജയസ്കേലാണെങ്കിൽ അനുപമയുണ്ട്, മാധവ് സുരേഷ് ഉണ്ട്, സുരേഷ് ഏട്ടനുണ്ട്, പിന്നെ ദിവ്യശേഷി ഉണ്ട്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. സോ അപ്പം ഇവരുടെ കൂടെ ഒക്കെ എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷം ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു സിനിമ ചെയ്യുന്നത് ഇതാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു 6 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പം ഒരു ഇതുണ്ടാവും. എനിക്ക് ആദ്യത്തെ ഒരു 2 ദിവസം ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ദിവസം തന്നെ എനിക്ക് സുരേഷ് ഏട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതായിരുന്നു. അതോടുകൂടി എന്റെ സകല ടെൻഷനും പോയി. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ലാതെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇപ്പൊ ബാക്കിയുള്ള സിനിമകളൊക്കെ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിന്റെ സിനിമകളാണ്. അപ്പൊ ഇത് എനിക്ക് മറ്റേ പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് ഇങ്ങനെ ഡേറ്റ് എടുത്ത് ഇങ്ങനെ പ്രോപ്പർ വേ പോയ ഒരു സിനിമയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പോയി പിന്നെ ഞാൻ അതിന്റെ ചീഫ് അസോസിയേറ്റ് ഉണ്ട്, രാജേഷ് അടൂർ എന്ന് പറഞ്ഞു. പുള്ളിനെ സോപ്പിട്ട് പരിപാടിയൊക്കെ പഠിച്ച് ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ എല്ലാരും രാത്രിയൊക്കെ വിളിച്ച് വരുത്തി എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ കൂടി ഞാൻ എന്റെ കയ്യിൽ എന്റെ ടീമിലാക്കും ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര രസമായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി ക്യാമറയുടെ മുമ്പിൽ കുറച്ചുകൂടെ. ഞാൻ പണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് ചെയ്തോണ്ടിരുന്ന ഇപ്പോൾ എനിക്കിത് വേണം എന്നുള്ളൊരു തോന്നൽ വന്ന് ചെയ്തോണ്ട് പിന്നെ ഈ പറഞ്ഞ അനുപമ, മാധവ് ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനും. മാധവ് പിന്നെ കമ്പാരിറ്റീവ്ലി പുതിയ ആളാണ്. അപ്പൊ എനിക്ക് ഇവനെ ഉപദേശിക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. ഉപദേശിച്ചൊരു ഇത് പറയും. മാധവ് ഭയങ്കര ജമ്മാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അനിയനെ പോലെയാണ് എനിക്ക് അവനെന്താ ഭയങ്കര പെട്ടെന്ന് ഷോർട്ട് ടെമ്പർ ഒക്കെയാണ്. അപ്പൊ ഞാൻ അടപ്പാടിയില്ലാതിരിക്കട്ടെ ഒരു വീട്ടിൽ എന്നൊക്കെ ഞാൻ ചുമ്മാ തമാശ. അതാണ് നേരത്തെ പറഞ്ഞേ, പുതിയ പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ഉപദേശിക്കാറുണ്ട്. ഞാനങ്ങനെ ഉപദേശിക്കൊന്നും വേണ്ട, എന്നെ കണ്ടുപഠിച്ചോ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറയാറുള്ളൂ. മാധവിന് എന്റെ വലിയ കാര്യമായിട്ട് എനിക്ക് വിളിക്കുക. വേറെ അയ്യോ അവരൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അനുപമയായിട്ടുള്ള നമുക്ക് പിന്നെ കോമ്പിനേഷൻസ് എല്ലാവർക്കും ഭയങ്കര കുറവായിരുന്നു. നമ്മുടെ പോർഷൻസ് എല്ലാം പല പല സ്ഥലത്തൊക്കെ ആയിട്ടായിരുന്നു വന്നോണ്ടിരുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ സുരേഷ് ഏട്ടനായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര ടെൻഷനാണ്. സുരേഷ് ഏട്ടൻ പിന്നെ നമ്മളൊക്കെ ഭയങ്കര കണ്ട് ഡയലോഗിലൊക്കെ കൈയടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ അതൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു ഹാൻഡ് ഓഫ് ഗോഡ് പോലെ ഒരാള്
വരും. ഇപ്പം ആസിഫ്ക്ക് അല്ലാതെ അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ ഒരു വഴിത്തിരിവ് പോലെ വന്ന ഒരാള് ചോദിച്ചാൽ ആരായിരിക്കും പറയാ? സിനിമയിലാണോ ജീവിതത്തിൽ? ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്താത്താണ്. അയ്യോ അതെനിക്ക് എനിക്ക് ലൈഫിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസും എനിക്ക് ഒന്നാമത് എനിക്ക് പെങ്ങന്മാരില്ലാത്തത് ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമമായിട്ട് കണ്ടായിരുന്നു ഒരാളറിയാം. എനിക്കൊരു പെങ്ങളില്ലാത്തതിന്റെ എല്ലാ വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഇത്താത്ത വന്നേ പിന്നെയാണ്. ഇത്താത്ത ഇവരെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ മറ്റേ കൺമശി വാങ്ങിച്ചു വയ്ക്കലിൽ ഇത്താത്തയുടെ റൂം മറ്റേ സെറ്റാക്കൽ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു പെങ്ങള് വേണമെന്നുള്ളത്. അത് ഇത്താത്ത വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ അതുപോലെ നോക്കിയ ഒരു അനിയൻ, ഈ ചേച്ചിമാരെ അനിയന്മാരെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് ഇത്താത്തയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. ഫുൾ ഒരു ഫാമിലി ബോണ്ടും അങ്ങനെ ഇക്ക എന്നെ എന്തോരം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇത്താത്തയിലൂടെയാണ് എനിക്ക് മനസ്സിലായത്.